ഞാനിന്ന് ഒരു നല്ലൊരു ഉസ്താദിന്റെ ഒരു ഉമ്മയാണ്. ഞാനത് കഷ്ടപ്പെട്ട് എൻ്റെ മോനെ പഠിപ്പിച്ച് ഞാന് ദുനിയാവിലെ ആഖിറത്തിലും ഉതവുന്ന മോനാക്കി, എല്ലാവർക്കും ഉതവുന്നൊരു മോനാക്കിയിട്ട് ഞാന് എത്തിച്ചിട്ടുണ്ട്. എനിക്ക് പടച്ചോന്റെ കൂലിയും നന്മയും കിട്ടുന്ന ഒരു മോന്. എനിക്കിപ്പോ ഒരേ ഒരു ആഗ്രഹമുള്ള എനിക്ക് ഒരു കിടക്കാൻ ഒരു വീട്, അതിന് ഒരു നിവൃത്തിയില്ല. എനിക്കായിട്ടൊരു നിവൃത്തിയില്ല. പക്ഷെ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് എന്നെ എനിക്കൊരു വീട് വെച്ചിരുന്നു. കൊല്ലം ജില്ലയിലെ തട്ടാമല മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ ഉമയനല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുടുംബത്തിന്റെ സങ്കടകരമായ വിഷയങ്ങളാണ്. ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മുതല്ലിമായ അജ്മലിന്റെ ഉമ്മയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ചികിത്സിക്കാൻ പണമില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണ്. ഈ ഒരു വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ 20 ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു കുടുംബത്തിന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണാം. ഇദ്ദേഹത്തിന്റെ സനത് ബിരുദം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷക്കാലം കണ്ണൂരും കോഴിക്കോടൊക്കെ മതവിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോയ ഒരു സഹോദരനാണ് ഈ അജ്മൽ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ കാണുന്നവരും കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന സഹായം കൊണ്ടാണ് മതവിദ്യാഭ്യാസവും മറ്റുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലത്തോളം ഇദ്ദേഹത്തിന്റെ ജന്മം മുതൽ ഈ ഒരു ആയുസ് വരെ 20 വയസ്സിന്റെ മുകളിലായി ഈ അജ്മലിന് ഇതുവരെ എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കുന്ന, ഇവിടെയുള്ള വാർഡ് മെമ്പർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സഹായം കൊണ്ടാണ് പ്രിയപ്പെട്ടവർ കഴിഞ്ഞത്. വർഷങ്ങളായി ഉമ്മ വളരെ രോഗിയാണ്, കൂടുതൽ നടക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഹോദരി ചികിത്സിക്കാൻ പണമില്ലാതെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി കൂടുതൽ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ്. അത്യാവശ്യം പുറത്തൊക്കെ പോവും. പക്ഷേ 7ാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെട്ട് യതീമായി വളർന്ന് മതവിദ്യാഭ്യാസത്തോട് ഇൽമ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരനാണ്. ഇന്നും വല്ലാത്ത പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വിഷമത്തിൽ കടന്നിട്ട് പോലും ഞാനോ എൻ്റെ ഉമ്മയോ മറ്റൊരാളുടെ മുന്നിലും ഞങ്ങളുടെ വിഷമങ്ങൾ പറയാനോ അത് അവതരിപ്പിക്കാനോ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വരുന്നത് എൻ്റെ ഉമ്മയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന്. ഇത്രയും നാൾ പഠിച്ചിട്ട് അവസാന സമയത്ത് എൻ്റെ ഉമ്മയുടെ ആഗ്രഹം കലമുടയ്ക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ ഉമ്മയുടെ ചികിത്സകൾ നടക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഞങ്ങൾ ഇത് ചോദിക്കും, ഞങ്ങൾ അഭിമാനം മുൻനിർത്തി നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ അത്രത്തോളം മോശമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾക്ക് അള്ളാഹു അതിനുപരി നൽകും. അസ്സദഖത്തു റദ്ദുൽ ബലായ എന്ന ഹദീസ് മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് നൽകിയാൽ അള്ളാഹു നിങ്ങൾക്ക് അതിനുപരി സഹായം നൽകാൻ. ഞാൻ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് എസ് മുഹമ്മദ് റാഫി. രോഗിയായ ജമീലയും ജമീലയുടെ മകൻ മുത്തല്ലിമായ അജ്മലും താമസിക്കുന്ന ഒരു വീടാണിത്. താറപ്പ വരെ പിടിച്ചു കെട്ടി തുണി മറച്ചാണ് ഈ വീട്ടിൽ അവർ കഴിയുന്നത്. ഈ വീട് വെക്കണമെങ്കിൽ തന്നെ ഈ സാധനങ്ങൾ അവിടുന്ന് ചുമന്നുകൊണ്ട് വരേണ്ടത് വളരെ ഒരു ഭയങ്കരമായൊരു ഭയങ്കര കൂലിച്ചെലവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 300 മീറ്ററോളം വണ്ടി അവിടെ വരത്തോളം അവിടുന്ന് തലച്ചുമടിൽ വേണം സാധനം ഇവിടെ എത്തിക്കാനുള്ളത്. മാതാവ് രോഗിയായ ഒരു മാതാവാണ്. ആ ജമീലാക്ക് ഒരു ചുവട് പോലും നടക്കാൻ പറ്റില്ല. കാലിന്റെ ലിഗമെന്റ് എല്ലാം വിഷയമായിട്ട് സർജറി വേണ്ടി വരുമെന്നൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ച് അവരെ സാമ്പത്തികമില്ല. ബഹുമാനപ്പെട്ട കണ്ണൂര് സ്വദേശിയായിരിക്കുന്ന ജലീൽ സാഹിബ് ഇങ്ങനെ ഒരു കാരുണ്യത്തിന്റെ ഒരു മനസ്സുമായി ഈ നാട്ടിലെത്തിയത് തന്നെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ മോന് ഒരു ഭവനമുണ്ടായി കിട്ടുക. ഇവിടെ തൊട്ട് മുമ്പ് തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ റാഫി സാഹിബ് പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായും ശരിയാണ്. പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജലീൽക്ക വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്മ തന്നെയാണ് നമ്മുടെ ജലീൽക്ക ഈ അജ്മലിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അജ്മലിന് വീട് എന്നുള്ള ആഗ്രഹം അള്ളാഹു സാധിച്ചു തരും. നമ്മളെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മൊത്തം അജ്മലിന്റെ കൂടെ ഉണ്ടാകും. ആരും തന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. വയനാട് ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കറാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ് ജമീലെ അജ്മലിന്റെയും കുടുംബം. അവര് ഇത്രയും കഷ്ടതയിൽ അനുഭവിക്കുന്ന അവർക്ക് നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും.